ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളൊരു മിനി വ്ളോഗാണ് ചെയ്യണേ. നമുക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങളായിട്ട് പുറത്തു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഒന്ന്, നമുക്ക് കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ നോക്കണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വീട് പണി നടക്കാമെന്ന്. അപ്പോൾ അത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. വീട് പണി ആവുന്നുള്ളൂ കേട്ടോ, വയറിംഗ് ഒക്കെ ആവുന്നുള്ളൂ. പക്ഷേങ്കിൽ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കൊരു ഷോപ്പായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ പുള്ളി ഷോപ്പ് വിടുകയാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ആവശ്യമുള്ളതൊക്കെ നോക്കിയെടുക്കുക. എന്തോ ഓഫർ സെയിൽ എന്തോ ആണ്. അപ്പം അങ്ങനെ നോക്കിയെടുക്കും എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാന്ന് വെച്ചിറങ്ങിയതാ കേട്ടോ. നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേങ്കിൽ നടന്നില്ല കാര്യം. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഓഫറിലിട്ട് സ്റ്റോക്ക് ഫുള്ള് ക്ലിയർ ചെയ്യാറുണ്ട്. ക്ലിയറൻസ് സെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ലേറ്റ് ആയപ്പോൾ ഫുള്ള് കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടെ നിന്ന് നേരെ നമ്മൾ ഫിഷ് വാങ്ങണമായിരുന്നു. അപ്പം അങ്ങനെ പോന്നു. ഇതിപ്പോൾ പൊന്തുകാരെന്നൊക്കെ പറയത്തില്ലേ, വലയിൽ നേരിട്ട് മീൻ കൊടുക്കത്തില്ലേ, ബീച്ചിൽ നിന്ന് നേരെ വലയോടുകൂടി കൊണ്ടുവന്ന് അവർ റോഡ് സൈഡിൽ വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നത്. ഇതിപ്പോൾ ITC ആട്ടോ, വീടിന് തൊട്ടടുത്ത ഒരു 10 മിനിറ്റേ ഉള്ളൂ. അത്തെങ്കിലും ചേർച്ചിലോട്ട് പോകുന്ന വഴിക്കാട്ടോ. അപ്പം അമ്മ വിളിച്ചു പറഞ്ഞായിരുന്നു ഇവിടെ മീനൊന്നും കിട്ടിയില്ല, മീനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോരും, പൊന്തുകാരുടെ അടുത്ത് ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും, നമ്മൾ ഫ്രഷ് മീൻ കിട്ടും. ഞാനിങ്ങനെ പൊന്തുകാരുടെ അടുത്ത് നിന്ന് മീൻ ഇതുവരെ വാങ്ങിയിട്ടില്ല, ഫസ്റ്റ് ടൈം ആട്ടോ, ഇതുവരെ വാങ്ങിയിട്ടില്ല. വീടിൻ്റെ അതുവഴി വരുന്നതല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങുന്നത്, ഇങ്ങനെ വാങ്ങാറില്ല. അച്ഛനിടയ്ക്ക് ഇവിടുന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ ലാഭത്തിൽ കിട്ടുന്നൊക്കെ അമ്മ എപ്പോഴും വന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ചെന്ന സമയത്താണെങ്കിൽ ചെമ്മീനും കുറേ പൊടിമീനൊക്കെ ആയിരുന്നു കേട്ടോ, നത്തോലി അങ്ങനെ കുറേ പൊടിമീനൊക്കെ ആയിരുന്നു. പൊടിമീനൊക്കെ നല്ല ഫ്രഷ് മീനാണ്. പക്ഷേങ്കിൽ ഇച്ചിരി മെനക്കേടാണ്, വെട്ടി ക്ലീൻ ചെയ്ത് കൊടുക്കാനൊക്കെ ഇത്തിരി പാടാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ വയ്യാണ്ടിരിക്കും, അമ്മയ്ക്കും പനിയായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ വീട്ടിലോട്ടൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ പിന്നെ വാങ്ങിയിട്ട് വായോ, കുഴപ്പമില്ല. കാരണം അതുവഴി മീനൊന്നും വന്നില്ല. വീട്ടിൽ പിന്നെ മീൻ നിർബന്ധം കേട്ടോ, അച്ഛനൊക്കെ മീൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് പൊടിമീൻ അതൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് കൊഞ്ചും വാങ്ങിച്ചു. കൊഞ്ചെന്ന് പറഞ്ഞാൽ ചെറിയ ചെമ്മീനാണ് കേട്ടോ, അത്ര വലുതൊന്നും അല്ലായിരുന്നു. ഇതിൽ നിന്ന് തിരിഞ്ഞ് അങ്ങ് മാറ്റി വെച്ച് അവർ അങ്ങനെ തരുമായിരുന്നു കേട്ടോ. അവരിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ അല്ലാണ്ട് മാർക്കറ്റിൽ പോയി വാങ്ങുന്നതിനേക്കാൾ കുറച്ചും കൂടെ ലാഭം ഇങ്ങനെ വാങ്ങുന്നതെന്ന് തോന്നുന്നു. ലാഭം മാത്രമല്ല, കുറേ കൂടെ ഫ്രഷ് മീൻ കിട്ടും. അവിടെയാണെങ്കിൽ 3 സെറ്റായിട്ട് അവരിരുന്ന് എല്ലാവരും ഒന്നിച്ചൊരു വള്ളത്തെ പോകുന്നവരാണെന്ന് എനിക്കറിയത്തില്ല, 3 ടീമായിട്ട് ഇങ്ങനെ വേറെ വേറെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എല്ലായിടത്തും സെയിം സാധനമൊക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ചെമ്മീൻ വേണമെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് പോസ്റ്റായി. കാരണം അവർ അതിൻ്റെ അകത്ത് തിരിഞ്ഞ് ചെമ്മീനായിട്ട് നിറയെ ഉണ്ടായിരുന്നില്ല, അതിന് തിരിഞ്ഞ് നമുക്ക് പെറുക്കി എടുത്ത് തരുമായിരുന്നു. അങ്ങനെ നമ്മളൊരു 1/2 kg ചെമ്മീനും വാങ്ങി. ചെമ്മീൻ 1/2 kg 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വാങ്ങി. വലുതായിട്ട് ചെമ്മീൻ വീട്ടിലാരും കഴിക്കാറില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അമ്മ പ്രത്യേകിച്ച് എടുത്താൽ പറഞ്ഞു വിട്ട ചെമ്മീൻ വാങ്ങിക്കരുതെന്ന്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, റീസെൻ്റ്ലി ഞാൻ കുറേ ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും കൂടുതലും ചെമ്മീൻ വെച്ചുള്ള ഡിഷസ് ഒക്കെ ഇടുന്നത്. കാരണം ചെമ്മീൻ ഇവിടെ ഡെയിലി വാങ്ങുന്നുണ്ട്. ഡെയിലി ചെമ്മീനായിട്ട് വാങ്ങുന്നില്ല, ചെമ്മീൻ അങ്ങനെ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ചെമ്മീൻ ഉണ്ടാവും കിട്ടുന്ന മീനിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ തിരിഞ്ഞു പെറുക്കി മാറ്റി അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ അമ്മ എടുത്ത് പറഞ്ഞു ചെമ്മീൻ വാങ്ങുന്നത്. കാരണം ഇവിടെ അടുത്ത് ഫ്രണ്ടിനൊക്കെ വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കായിരുന്നു ചെമ്മീൻ കഴിച്ചിട്ട് അലർജി ആയിട്ട്. അവൾക്ക് അങ്ങനെ അലർജിക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല, പക്ഷേ ഇപ്രാവശ്യം ചെമ്മീൻ കഴിച്ചിട്ട് എന്തോ പ്രശ്നമായി. അപ്പോൾ അമ്മ അതൊക്കെ കൊണ്ട് പേടിച്ചിട്ട് കുഞ്ഞിനും കൊടുക്കരുത്, ചെമ്മീൻ വാങ്ങിക്കരുതെന്നൊക്കെ പറഞ്ഞ് വഴക്കാണ്. പക്ഷേ എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ മീനൊക്കെ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ എനിക്ക് താല്പര്യമുള്ളൂ. പക്ഷെ ചെമ്മീനാകുമ്പോൾ പിന്നെ എങ്ങനെ വെച്ചാലും ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പനിയൊക്കെ ആയിട്ടിരിക്കുമോ, ഉടനെ വെക്കുമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എന്തെങ്കിലും വാങ്ങി ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് 100 രൂപയ്ക്ക് ചെമ്മീനും വാങ്ങി. അങ്ങനെ ചെമ്മീനും പൊടിമീനൊക്കെ ആയിരുന്നു, നത്തോലി അതും ഇതൊക്കെ കൂടെ, അതും 100 രൂപയ്ക്ക് വാങ്ങി. ചെമ്മീനും 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അമ്മയ്ക്ക് പിന്നെ കുറച്ച് സ്റ്റേഷനറി വാങ്ങണമായിരുന്നു. പിന്നെ അമ്മ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അടുത്തുള്ള കടയിലോട്ട് തന്നെ പോവുക. അവിടെ കൂടെ കയറിയിട്ട് വീട്ടിലോട്ട് പോകട്ടോ. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങണം. വെജിറ്റബിൾസിനൊക്കെ ഇപ്പം എന്ത് വിലയാ, ഒന്നും വാങ്ങാൻ പറ്റില്ല. ഞാൻ ഇന്നലെ കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണം തന്നെ വാങ്ങിയിട്ട് അത്യാവശ്യം നല്ല വിലയായി. പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയായിട്ടിരിക്കുക. മീനും അത്യാവശ്യം വിലയായിരുന്നു, പക്ഷെ മീനിന് ഇപ്പം ഇച്ചിരി ചെറുതായിട്ട് വില കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കടയെത്തി. ഇതിൻ്റെ സ്ഥിരം കടട്ടെ, ഇവിടുന്ന് സാധനം എടുക്കാറുള്ളൂ. എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും വില ഇങ്ങനെ ചോദിച്ച് റിപ്പീറ്റഡ്ലി ചോദിച്ച് വാങ്ങിക്കും. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന വരില്ല. ഇവിടെ ആകുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇവരായിട്ട് യൂസ്ഡാണ്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ എടുത്തിട്ട് വീട്ടിലോട്ട് പോയി. ഇന്നത്തെ ഈ മിനി വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്.